നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആവാം. ഏർലി അവേഴ്സ് എന്നത് കാമാണ്, പ്ലാൻസ് ഉണ്ടാക്കാനും ഒരു ഹോട്ട് കപ്പ് ഓഫ് ടീ ആസ്വദിക്കാനും നേച്ചറിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പറ്റിയ പെർഫെക്റ്റ് ടൈം. ഇന്ന് നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കാണും, ചിലപ്പോൾ വൈകിയായിരിക്കും എണീറ്റിട്ടുണ്ടാവുക, ചിലപ്പോൾ വളരെ വൈകിട്ടുണ്ടാകാം. നിങ്ങൾ ഇന്ന് എഴുന്നേൽക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? ചിലപ്പോൾ കോളേജിൽ പോകാനുള്ളതുകൊണ്ടാവാം, വർക്കിന് പോകാനുള്ളതുകൊണ്ടാവാം, വീട്ടിലെ ജോലികൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ടാവാം, ചിലപ്പോൾ വഴക്കു കേൾക്കാതിരിക്കാനും ആവാം. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റു. കൂടുതൽ ഉറങ്ങാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? കുറച്ചുകൂടി ഉറങ്ങിയേനെ. ഈ വീഡിയോയുടെ അവസാനത്തിൽ കുറച്ച് ട്രിക്സും അതുപോലെ നിങ്ങളുടെ മോട്ടിവേഷനെ ശരിയായി ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണങ്ങൾ പറയാം. ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരെയും നോക്കിയാൽ ചില കോമൺ ഫാക്ടേഴ്സ് അവർക്കുണ്ട്. അതിലൊന്ന് രാവിലെ നേരത്തെ, അതായത് 5 മണിക്കോ 4 മണിക്കോ ഒക്കെ എഴുന്നേൽക്കുന്ന ശീലമാണ്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ ലോകം അതിന്റെ നോയ്സ് പുറത്തുവിടാൻ തുടങ്ങും. അതിനു മുന്നേ ഉള്ള സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കിട്ടുന്ന സമയം. ഇനി നിങ്ങൾക്ക് കരിയർ സംബന്ധമായി ഒന്നും ചെയ്യാനില്ലെങ്കിൽ കൂടി നേരത്തെ എഴുന്നേൽക്കുകയും ചെറിയ രീതിയിലുള്ള പ്ലാൻസ് ഉണ്ടാക്കൽ, ചെറിയ രീതിയിലുള്ള എക്സസൈസ്, പ്രകൃതിയെ എൻജോയ് ചെയ്യൽ, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുകയും അന്നത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി മാനേജ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ഒരു ഗോളിനായി പരിശ്രമിക്കുന്ന ആളാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാവിലത്തെ സൈലന്റ് അവേഴ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച ആളുകളിൽ കൂടുതൽ ആളുകളും ജീവിതത്തിൽ അവരുടേതായ സക്സസ് കണ്ടെത്തിയവരാണെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് തന്റെ ഗോൾസ് നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതെല്ലാം അറിയാമെങ്കിലും ചിലപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാറില്ല. തലേന്ന് നല്ല മോട്ടിവേഷനോട് കൂടിയാവും ഉറങ്ങിയിട്ടുണ്ടാവുക നേരത്തെ എഴുന്നേൽക്കാനായിട്ട്. എന്നാൽ രാവിലത്തെ നോയ്സ് ഒക്കെ കേട്ട് എഴുന്നേൽക്കുമ്പോഴാവും അലാം ഓഫ് ചെയ്ത് ഉറങ്ങിപ്പോയ കാര്യം ഓർക്കുന്നത്. ഇനി മുതൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായി നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഉറങ്ങാനും എഴുന്നേൽക്കാനും ഒക്കെ ഒരു കൃത്യമായ സമയം സെറ്റ് ചെയ്യുക എന്നതാണ്. അതായത് എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയം. നമ്മുടെ ശരീരത്തിന് ഒരു ഇന്റേണൽ ക്ലോക്ക് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിൻ എന്ന ഹോർമോണും ബ്രെയിനിലുള്ള ന്യൂറോൺസും ഒക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇന്റേണൽ ക്ലോക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സമയം ക്രമീകരിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും ഓരോ സമയങ്ങളിൽ ഉറങ്ങിയാൽ തീർച്ചയായും ഈ ഫാക്ടേഴ്സ് അവയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്? കറക്റ്റ് സമയത്ത് ഉറങ്ങുക. അതിനായി രാത്രിയിലുള്ള സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ഫോൺ ഉപയോഗം, സ്നാക്കിംഗ്, മൂവി കാണൽ ഇതൊക്കെ ഒഴിവാക്കുക. ശരിയായ രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 6 to 8 hours ഉറങ്ങിയാൽ മതിയാവും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഉണരാനായി ഒരു വ്യക്തമായ കാരണം ഉണ്ടാവണം എന്നതാണ്. നിങ്ങളുടെ ഗോളുമായി ഇതിനെ കണക്ട് ചെയ്യാം. കൃത്യമായ ഗോളുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാതെ പറ്റില്ല. ഈ ഗോൾ എന്നത് വളരെ പവർഫുള്ളായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അത് നേടിയെടുക്കാനുള്ള ഇന്റൻസ് ഡിസയർ നിങ്ങളിൽ ഉണ്ടാവണം. ഇനി നിങ്ങൾ ഓൾറെഡി ജോലിയൊക്കെ ഉള്ള ആളാണ് എങ്കിൽ കൂടി നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടാവും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇത്ര പുസ്തകങ്ങൾ വായിക്കണം, എക്സസൈസ് തുടങ്ങണം, ഹെൽത്ത് കെയർ ചെയ്യണം, നേച്ചറിനെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യണം, എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തണം. ഇങ്ങനെ നിങ്ങൾ ഏത് പ്രായത്തിലും പൊസിഷനിലും ഉള്ള ആളാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതിനെ തന്നെ ഒന്ന് പവർഫുൾ ആക്കിയെടുത്ത് അതൊക്കെ നേടാൻ സ്വയം പ്രചോദിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്നത് എണീക്കാൻ സ്ട്രോങ് ആയ ഒരു റീസൺ ഉണ്ടാവുക എന്നതാണ്. ഒരു വ്യക്തമായ ഗോളില്ലാതെ നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുന്നത് ചിലപ്പോൾ പോയിന്റ്ലെസ് ആയിട്ട് തോന്നാം. ഇനി മൂന്നാമത്തെ വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള കാര്യം പറയാൻ പോവുകയാണ്. ഹാവ് എ ഗുഡ് മോർണിംഗ് റുട്ടീൻ. ഞാൻ ഓൾറെഡി മോർണിംഗ് റുട്ടീനുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഒരു 5 മിനിറ്റ് സ്ട്രെച്ചിങ് എക്സസൈസ്, റീഡിംഗ് എ ബുക്ക്, മെഡിറ്റേഷൻ, പ്രാർത്ഥന തുടങ്ങിയ ശീലങ്ങൾ മോർണിംഗ് റുട്ടീനിന്റെ ഭാഗമാക്കാൻ തുടങ്ങിയാൽ എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാം. അതല്ലാതെ വേറെയും ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. നേരത്തെ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനത്തെ മോർണിംഗ് റുട്ടീൻസിലൂടെ ചെറിയ എഫേർട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിലും ലൈഫിന്റെ ലോങ് റണ്ണിൽ അതിന് ഒരു കോമ്പൗണ്ട് ഇഫക്റ്റ് ആണ് കിട്ടുക. അതായത് പെട്ടെന്നുള്ള ഒരു മാറ്റം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നിങ്ങളുടെ പേഴ്സണാലിറ്റിയും അതുപോലെ പീസ്ഫുൾനെസ്സും ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്: സ്ലീപ്പ് റുട്ടീൻ, സ്ട്രോങ് ഗോൾ, മോർണിംഗ് റുട്ടീൻ. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആവാം.
സമാധാനപരമായ തുടക്കം, അവനവന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തൽ, ഒരു ദിവസത്തിന്റെ മൊത്തത്തിലുള്ള ടോൺ സെറ്റ് ചെയ്യൽ. ഇതിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ടൈം പ്രഭാതം തന്നെയാണ്. ഏർലി അവേഴ്സ് എന്നത് കാമാണ്, പ്ലാൻസ് ഉണ്ടാക്കാനും ഒരു ഹോട്ട് കപ്പ് ഓഫ് ടീ ആസ്വദിക്കാനും അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റിയ പെർഫെക്റ്റ് ടൈം. എന്തോ ചെയ്യാനുള്ളതുകൊണ്ട് ഉണർന്നു എന്നതിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉണർന്നു എന്നതിലേക്കുള്ള ദൂരമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉണരാൻ ആഗ്രഹിക്കുന്ന സമയം എത്രയാണ്? 4 മണി, 5 മണി, എത്ര വേണമെങ്കിലും ആവട്ടെ. ഓരോ ആഴ്ചയും ഇപ്പോൾ എഴുന്നേൽക്കുന്നതിനേക്കാളും 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാം, നിങ്ങളുടെ സമയം അച്ചീവ് ചെയ്യുന്നത് വരെ. അതിന്റെ കൂടെ തന്നെ ഉറങ്ങുന്ന സമയത്തിലെ കൃത്യത, പ്ലാൻസും ഗോൾസും സെറ്റ് ചെയ്യൽ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരണം. നേരത്തെ എണീക്കലും ഗോൾസ് അച്ചീവ് ചെയ്യലും തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അഥവാ ഏതെങ്കിലും ദിവസം പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഫോർഗിവ് യുവർ സെൽഫ്, ഡോണ്ട് ലൂസ് മോട്ടിവേഷൻ. അടുത്ത തവണ ക്യാച്ചപ്പ് ചെയ്യാം എന്ന് വെച്ച് ഇതൊരു സ്ഥിരം പരിപാടി ആക്കരുത്. അതുപോലെ അലാം കിടക്കുന്നതിന് ദൂരെ മാറ്റിവെക്കാം. എഴുന്നേറ്റ് ഉടനെ തന്നെ ഫ്രഷ് ആവാൻ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാം. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ്. വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ.